ഒന്ന് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ആണല്ല. അയ്യോ ഇച്ചായ വെറുതെ ഒരു പ്രശ്നത്തിന് പോകണ്ടാണ്. നീ മാറാനാ പറഞ്ഞത്. ഇച്ചായ നമുക്ക് മാറി ഇവിടെ. 3 ആടിന് പകരം നമുക്ക് 5 ആടിന് മേടിക്കാം. ഇച്ചായ പ്രശ്നം ഉണ്ടാക്കാൻ പോലെ ഇച്ചായ എടി, പ്ലീസ്. 5 ആടിന്റെ കേസല്ല. കഴിഞ്ഞ ക്രിസ്മസിനും അവൻ എന്റെ ആടിനെ അടിച്ചോണ്ട് പോയി. ഈ ക്രിസ്മസിനും ആടിനെ അടിച്ചോണ്ട് പോയി. കഴിഞ്ഞ എന്റെ അങ്ങ് ക്രിസ്മസിനും അവൻ ആടിനെ അടിച്ചോണ്ട് പോയി. അല്ല, അയാളാണ് എടുത്തോണ്ട് പോയെന്ന് ഉറപ്പാണോ ഇച്ചായ? ഉറപ്പാണ്. അവന് ഇഷ്ടമല്ല, ഞാൻ ആഘോഷിക്കുന്ന അവന് ഇഷ്ടമല്ല. ഇത് ഞാൻ ചോദിക്കും, മാറ്. അവനെ ഞാൻ പൂളും. പ്രശ്നം ഉണ്ടാക്കല ഇച്ചായ പ്ലീസ്. ഞാൻ ജൊലിച്ച് നിൽക്കുക. പ്ലീസ് ഇച്ചായ പ്രശ്നം ഉണ്ടാക്കല. ഇച്ചായ പ്രശ്നം. പൂളണം. എന്റെ ആടിനെ ഇന്നലെ രാത്രി വരെ എന്റെ ആടിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നീയൊന്ന് വിളിച്ചു എന്തിനാന്ന്? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വിളിച്ചു. നീ പിച്ചാത്തിയും കൊണ്ടാണോ കാണാൻ പറഞ്ഞേ? നിന്റെ പുരയിടത്തിൽ നിന്ന് ഒരു വാഴയില വെട്ടുമ്പോ നിന്നോട് ചോദിക്കണോ? ചോദിക്കണം. അതാണോ എന്റെ മര്യാദ? മര്യാദ. അതുകൊണ്ട് വിളിച്ചു. ഉച്ചക്കുണ്ണ നീ കാണൂ? ഉച്ചക്കുണ്ണ കാണുമെന്ന് കാണും. നടിയല്ല, വാഴയിൽ എന്തിന് നിന്റെ അപ്പച്ചനെ കിടത്താൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, പോയി ചോദിക്കുന്നു. ചോദിക്കും. ആ ചോദിക്കിപ്പോ. ആ പീറ്ററെ, നീ അതവിടെ പോയി. അതവിടെ പോയി. എനിക്കൊരു കാര്യം ചോദിക്കാം. നീ അതവിടെ പോയി. അത് മാറ്റ്. ആ പിച്ചാത്തി മാറ്റ്. എന്റെ ആടിനെ കാണുന്നില്ല. ആയിക്കോട്ടെ. എന്റെ ആടിനെ നീ എടുത്തെന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, എനിക്ക് സംശയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല. അതവിടെ പോയി. എടാ നാറി, നീ തന്നെയാണ് എന്റെ ആടിനെ എടുത്തത്. അയ്യോ. തലയുണ്ടോടി? ആ, തലയുണ്ട്. നിന്റെ 3 ആടെന്തിനാ എനിക്കും? എനിക്കിവിടെ ആവശ്യത്തിന് ആടുണ്ട്. എടി, ഇപ്പൊ എന്ത് ചെയ്യും? എടാ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ആട് അവിടെ ഉണ്ടെങ്കിൽ എന്റെ ആട് അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് കയറി നോക്കട്ടെ. മതിലിനിപ്പുറത്ത് വന്നിട്ട് അല്ല പിന്നെ അവന്റെ 3 ആട്.